ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ചിദംബരാഷ്ടകം. ശ്ലോകം 5. കലിമല കാനന പാവകലിംഗം സലിലതരംഗ വിഭൂഷണലിംഗം ഫലിതപതംഗ പ്രദീപകലിംഗം തൻമൃദുപാദു ചിദംബരലിംഗം. കലിമല കാനന പാവകലിംഗം. കലിമലമാകുന്ന കാടിന് അഗ്നിയായ ലിംഗം. കലിമലം മുഴുവൻ ചുട്ടുപൊടിച്ച് ശുദ്ധീകരിക്കുന്നത്. സലിലതരംഗ വിഭൂഷണലിംഗം. വെള്ളത്തിലെ ഓളം കൊണ്ട് അലങ്കൃതമായ ലിംഗം. ശിവൻ തലയിൽ ഗംഗ ചൂടുന്നു എന്നോർക്കുക. ഫലിതപതംഗ പ്രദീപകലിംഗം. സന്ധ്യാസമയത്തെ സൂര്യൻ്റെ ശോഭയെപ്പോലും ജയിക്കുന്നത്. ഫലിതം വയസ്സായ, പതംഗൻ സൂര്യൻ. കലിമലമാകുന്ന കാടിന് അഗ്നിയായ ലിംഗം. വെള്ളത്തിൽ പൊന്തുന്ന ഓളങ്ങൾ അലങ്കാരമായിട്ടുള്ള ലിംഗം. സന്ധ്യാസമയത്തെ സൂര്യൻ്റെ ശോഭ പോലും വെല്ലുന്ന ലിംഗം. ഔവണ്ണമുള്ള ലിംഗം മൃദുവായി രക്ഷിക്കട്ടെ. സഗുണമായോ നിർഗുണമായോ ഉള്ള ഉപാസന കലികാലദോഷങ്ങളായ ക്രോധാദി ലോഭാദി ചിത്തവികാരങ്ങളെ ക്രമേണ നിശേഷം ഒഴിച്ചു മാറ്റുന്നതാണ്. അതുകൊണ്ട് സഗുണനായാലും നിർഗുണനായാലും ശിവൻ കലിമല കാനന പാവകലിംഗം തന്നെയാണ്. ശിവൻ ശിരസിൽ ഗംഗയെ ധരിക്കുന്നു എന്ന് പ്രസിദ്ധി. പരമാത്മശിവൻ കുണ്ഡലിനി പ്രാണസാക്ഷാത്കാരവേളയിൽ ഭക്തശിരസിൽ അമൃതധാര ചൊരിയുന്നു എന്നും പ്രസിദ്ധി. അതുകൊണ്ട് സഗുണനായാലും നിർഗുണനായാലും ശിവൻ സലിലതരംഗ വിഭൂഷണലിംഗമാണ്. ശിവൻ്റെ മൂർത്തി അരുണിമ പൂണ്ട് സുന്ദരമാണ്. സായന്തന സൂര്യന് തുല്യം പ്രകാശം പൂണ്ട് ശീതളമായ ഭക്തഹൃദയത്തിൽ തെളിയുന്നവനാണ് പരമാത്മശിവൻ. അങ്ങനെ ശിവൻ സർവഥാ ഫലിതപതംഗ പ്രദീപകലിംഗമാണ്. സായന്ത സൂര്യനാണ് ഫലിതപതംഗം. ഭക്തഹൃദയത്തിൽ പ്രകാശിക്കുന്ന ശിവൻ ലോകത്തെയും പ്രകാശമയമാക്കി തീർക്കുന്നു. ഇത് വെളിപ്പെടുത്താനാണ് പ്രദീപകം പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെയെല്ലാമുള്ള ചിദംബരനാഥൻ നമ്മെ രക്ഷിക്കട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത്. ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓം